ഹലോ ഗൈസ്, ഞങ്ങളുടെ റിലേറ്റീവിന്റെ കല്യാണം കൂടാൻ വേണ്ടി പോയതാണ്. വ്ളോഗൊന്നും എടുക്കാൻ വേണ്ടി പോയതല്ല. അങ്ങനെ ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തു. ഫുഡ് അടിയൊക്കെ മുന്നേ കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കണ്ടത്. എനിക്കാണെങ്കിൽ അച്ചാർ ജീവനാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ. ഉപ്പിലിട്ടതിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഈ പ്രഗ്നൻസി കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെട്ടതും അച്ചാറും ഉപ്പിലിട്ടതും ഒക്കെ ആയിരുന്നു. ഞാൻ വേഗം തന്നെ പോയി ഒരു വലിയ പ്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു. ഫ്രൂട്ട്സ് ഒക്കെ അവിടെ വിളമ്പുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കും വിളമ്പി. പക്ഷേ എന്റെ കണ്ണുകൾ ഉടക്കിയത് ആ ഉപ്പിലിട്ട ഭരണികളിലായിരുന്നു. ഞാൻ ഓരോ പേരും പറഞ്ഞ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് എന്റെ വല്യമ്മച്ചി ഓടി വന്ന് പറഞ്ഞത്, ഈ സമയത്ത് ഇങ്ങനെ എരിവൊന്നും അധികം കഴിച്ചുകൂടാന്നും പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ട് പോയി. എന്നാലും ഞാൻ ഓരോന്ന് ഇങ്ങനെ ആ പയ്യന്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയി. ആദ്യം തന്നെ നല്ലൊരു ശീമനെല്ലിക്ക എടുത്ത് കടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറെ കാലമായി ഇതൊക്കെ കഴിച്ചിട്ട്. പിന്നെ നമ്മുടെ വലിയ നെല്ലിക്കയൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുകയാണ്. ഒറ്റയടിക്ക് ഇതൊക്കെ ഇങ്ങനെ തിന്നുന്നത്. പിന്നെ ഞാൻ വലിയൊരു മാങ്ങ എടുത്ത് കടിച്ചപ്പോഴത്തേക്കിനും എന്റെ വായിലുള്ള വെള്ളം മൊത്തം താഴേക്ക് പോയി. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കഴിക്കുന്നതിനിടയിൽ നമ്മുടെ ചേച്ചിയുടെ മോൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവനും കൂടെ അതൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നല്ലൊരു ലൗലോലിക്ക എടുത്ത് കഴിച്ചു. കുറെ നാളായി ഈ ലൗലോലിക്കയൊക്കെ കണ്ടിട്ട്. പിന്നെ ഞാൻ നല്ലൊരു പുളിഞ്ചിക്ക എടുത്ത് കഴിച്ചപ്പോഴത്തേക്കിനും അയ്യോ ഭയങ്കര പുളിപ്പായിരുന്നു കേട്ടോ. ഞാനത് പറയാതെ മോന്റെ വായിലും കൂടെ അത് വെച്ചു കൊടുത്തപ്പോഴത്തേക്കിനും അവൻ കഴിച്ചപ്പോഴത്തേക്കിനും അതിന് നല്ല പുളി ഉണ്ടായിരുന്നു. അതിനാണ് ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ റിലേറ്റീവിന്റെ ഒക്കെ കല്യാണം വരുമ്പോൾ അവിടെയുള്ള ബന്ധുക്കാർ തന്നെ പാട്ടുകാരായി മാറും. ആർക്ക് വേണമെങ്കിലും കയറി പാട്ട് പാടാം. അങ്ങനെ നമ്മുടെ ബന്ധുക്കാരൊക്കെ പാട്ട് പാടാൻ പോകുന്നതാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്കത് കണ്ടിട്ട് വരാം കേട്ടോ. മംഗളഗന്ധം മാനിൻ കരളിനെ കിളികുത്തുമ്പോൾ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.